നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും തിരുവോണാശംസകൾ നേരുന്നു. ഓണനിലാവ് 2026 എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ മൂന്നാമത്തെ വിഭവമായിട്ടുള്ള നമ്മുടെ ഇഞ്ചി തൈരാണ്. 101 കറിക്ക് തുല്യമാണ് ഈ ഇഞ്ചി തൈര്. നമുക്ക് എന്തായാലും ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വിഭവത്തിലേക്ക് കിടക്കാം. നമുക്ക് ഇഞ്ചി തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പുളിയുള്ള തൈര് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇനി നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ഉപ്പും കൂടി നമുക്കിടാം. എന്നിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാം കൂടി നമുക്ക് ആദ്യം തന്നെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ പുളിയുള്ള തൈര് എടുത്തൊഴിക്കാം. നമുക്ക് ആവശ്യത്തിന് നമുക്ക് എടുക്കാം തൈര്. എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അത് എന്തായാലും ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇതിൻ്റെ മെസ്സേജൊക്കെ ഞങ്ങളുടെ ഈ വീഡിയോൻ്റെ താഴെ പോസ്റ്റ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഇഞ്ചി തൈരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നാലാമത്തെ വിഭവത്തിലേക്ക് എടുക്കാം. എല്ലാവർക്കും തിരുവോണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഏവർക്കും തിരുവോണാശംസകളോടെ